അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയൊക്കെ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലായിടത്തും മഴ ഒരുപോലെ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് ഇന്നും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. തുടരും വിശേഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് OTT വെള്ളിയാഴ്ച ആണ് ഇത് OTTയിൽ വരുന്നത്. വന്നതിന് ശേഷം മിക്കവാറും തിയേറ്ററുകാരൊന്നും ഈ ചിത്രം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. OTTയിൽ വന്നോട്ടെ, ഞങ്ങൾ തിയേറ്ററിൽ ഈ ചിത്രം തന്നെ പ്രദർശനം നടത്തുകയാണ് എന്ന് പലരും പറഞ്ഞതായിട്ട്. അപ്പോൾ ആ തിയേറ്റർ ഉടമകളുമൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലായത് പുതിയ ചിത്രങ്ങളോ ഒക്കെ റിലീഫ് ചിത്രങ്ങളായാൽ പോലും തുടരും ചിത്രം നേടിയ കളക്ഷൻ പോലും ആ ചിത്രങ്ങളൊന്നും നേടുന്നില്ല. പിന്നെ എന്തിന് പുതിയ ചിത്രങ്ങൾ എടുക്കണം, തുടരും തന്നെ കളിക്കട്ടെ എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചത്. അതുതന്നെയാണ് നമുക്ക് മിക്കവാറും തിയേറ്റർ ഉടമകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായതും അതുതന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് തുടരും ചിത്രങ്ങൾ പ്രധാനപ്പെട്ട പ്രദർശനശാലകളിലെല്ലാം 1-2 ഷോകൾ കളിച്ച് തന്നെയാണ് ഇത് മുന്നേറുന്നത്. അപ്പോൾ തുടരും ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ ഒരു അത്ഭുത പ്രതിഭാസമാണ് മലയാള സിനിമയിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. കാരണം മലയാള സിനിമയിൽ സാധാരണ OTTയിൽ വന്നു കഴിഞ്ഞാൽ ചിത്രം പ്രദർശനത്തിന് മലയാളത്തിൽ ഇറക്കാറില്ല. കാരണം ആരും കാണാൻ പോവില്ല. കാശ് മുടക്കി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ TV തന്നെ ഈ ചിത്രം കാണാൻ പറ്റുമ്പം പിന്നെ കാശ് മുടക്കി എന്തിനു പോകണം എന്നുള്ളൊരു ധാരണ തന്നെയാണ് പൊതുവെ മലയാള പ്രേക്ഷകർക്ക് പൊതുവെ ഉള്ളത്. അതിന് വിരുദ്ധമായുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇപ്പം നടക്കുന്നത്. കാരണം OTTയിൽ വന്നിട്ട് പോലും OTTയിൽ ചിത്രം കാണുന്നവർ തന്നെ തിയേറ്ററിൽ വീണ്ടും പോയി ചിത്രം കാണുന്നു. 1-2 പ്രാവശ്യം കണ്ടവർ വീണ്ടും ചിത്രങ്ങൾ കാണുന്നു. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ചത്തെ കളക്ഷനൊക്കെ നോക്കുമ്പോൾ ഇത് തന്നെയാണ്. കുടുംബ പ്രേക്ഷകർ കൂട്ടമായി വീണ്ടും എത്തുന്നു. കൊച്ചിയിലെ പല കേന്ദ്രങ്ങളിൽ ഫുൾ ഷോ പ്രദർശിപ്പിക്കുന്നു. ഒക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഹിന്ദി സിനിമയിലൊക്കെ സർവ്വസാധാരണയായിട്ട് OTT റിലീസ് ചെയ്യുമ്പോഴും തിയേറ്ററിൽ കളിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. പക്ഷേ ബാക്കി ഒരു മേഖലയിലും നമ്മളിത് കണ്ടിട്ടില്ല. പക്ഷേ മലയാളത്തിൽ ഇപ്പം തുടരി എന്ന ചിത്രമാണ് വീണ്ടും ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് OTTയിൽ വന്നതിന് ശേഷമുള്ള 3 ദിവസത്തെ കളക്ഷൻ നമ്മളെടുക്കുമ്പോൾ ഏകദേശം 34 ലക്ഷത്തോളം ഈ ചിത്രം സമ്പാദിച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ OTTയിൽ ഇറങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ 10 ലക്ഷം കളക്ട് ചെയ്തു. രണ്ടാമത്തെ ദിവസം 37ാമത്തെ ദിവസം ഈ ചിത്രം കളക്ട് ചെയ്യുന്നത് 14 ലക്ഷം രൂപയാണ്. മൂന്നാമത്തെ ദിവസം 38ാമത്തെ ദിവസം ഈ ചിത്രം കളക്ട് ചെയ്യുന്നത് 10 ലക്ഷം രൂപയാണ്. അങ്ങനെ ഏകദേശം 34 ലക്ഷത്തോളം OTT ഇറങ്ങിയതിന് ശേഷം ഈ ചിത്രം കളക്ട് ചെയ്തു എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ഈ സിനിമാ പണ്ഡിതന്മാരുമൊക്കെ അവരും അഭിപ്രായപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പ്രതിഭാസം അവർ കണ്ടിട്ടില്ല. കാരണം OTT വന്നു കഴിഞ്ഞാൽ ചിത്രം തീർന്നു എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല. തുടരും എന്ന ചിത്രം നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്നാണ്. അപ്പം OTT കാണുന്ന ചിത്രങ്ങളുണ്ട്. OTTയെക്കാട്ടിലുപരി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പലരും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം കളക്ട് ചെയ്ത് 234 കോടിക്ക് മുകളിലുള്ള തുകയാണ്. കേരള കളക്ഷനായിട്ട് 118 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുകയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ OTTയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ ആഴ്ച തന്നെ 250 കോടി തികയ്ക്കുന്ന ഒരു ചിത്രമായിട്ട് തുടരും മാറിയേനെ. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ ഇപ്പോഴത്തെ റേഞ്ച് അനുസരിച്ച് നോക്കുവാണെങ്കിൽ 120 കോടിക്ക് മുകളിൽ എങ്ങനെയായാലും നിശ്ചയമായിട്ട് ഈ ചിത്രം കടന്നേനെ എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അപ്പം ഈ തുടരും ചിത്രത്തിൻ്റെ ഈ അത്ഭുത പ്രതിഭാസങ്ങൾ, തുടരും ചിത്രങ്ങൾ കാണിച്ചു തരുന്ന ചില മാതൃകകളുണ്ട്. അത് മലയാള സിനിമയ്ക്ക് എന്നൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിമർശകർ എന്ത് പറഞ്ഞോട്ടെ, ലാലേട്ടൻ എന്ന് പറയുന്ന പവർ, ഒരു എന്താ പറയുന്നത്, ബ്രാൻഡ് എന്നൊക്കെ പറയുന്ന ആ വ്യക്തി മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നത്. ആദ്യത്തെ
100 കോടി, അതുപോലെ തന്നെ 50 കോടി ഷെയർ. ഇപ്പോൾ OTT വന്നതിന് ശേഷം വീണ്ടും ചിത്രം തിയേറ്ററിലൊക്കെ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു. അപ്പം പലപ്പോഴും പല തിയേറ്റർ ഉടമകളിൽ നിന്നും നമുക്ക് ചോദിച്ചപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, പല തിയേറ്ററുകാരും വീണ്ടും തുടരും ചിത്രം പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വീണ്ടും തുടരും ചിത്രങ്ങളുടെ ഷോകളുടെ എണ്ണം കൂട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം അവർ പോലും പ്രതീക്ഷിച്ചില്ല OTT എത്തിയതിന് ശേഷം ഈ ചിത്രം കാണാൻ ആൾക്കാർ തിയേറ്ററിലെത്തുമെന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ശനി ഞായറും ദിവസത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിന് മുകളിലൊക്കെയാണ് കളക്ഷൻ പോകുന്നത്. അത് തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷൻ തന്നെയാണ്. പുതിയ റീലീഫിങ് ചിത്രങ്ങൾക്ക് പോലും ഇങ്ങനെ ഒരു കളക്ഷൻ ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതുപോലെ തന്നെ മഴക്കാലമാണ്. തകർത്ത് പെയ്യുന്ന മഴയിലും OTTക്ക് തുടരും എന്ന ചിത്രത്തിന് യാതൊരുവിധ പ്രശ്നവും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ നോക്കിക്കാണണം. അപ്പം തുടരും വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല, നമ്മുടെ വീഡിയോയും അതുകൊണ്ട് തീരുന്നില്ല. അപ്പം പുതിയ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. അതുവരെ എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ, ബൈ.